ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഹോണ്ട യൂണിക്കോണിൻ്റെ എൻജിൻ സെറ്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ക്രാങ്ക്, ഗിയർ ബോക്സ്. അപ്പോൾ ഞാനിത് 3 പാർട്ടായിട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വീഡിയോ ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 3 പാർട്ടായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ട് ക്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്നു. ഇത്രയാണ് ആദ്യം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഗിയർ ഷാഫ്റ്റ്. ഇത് ഔട്ട്പുട്ട് ഷാഫ്റ്റാണ്, ഇത് ലേ ഷാഫ്റ്റാണ്. ഇതിലാണ് ക്ലച്ച് കണക്ട് ചെയ്യുന്നത്. ഇതിൽ ഇന്നർ വീൽ സ്പ്രോക്കറ്റ്, ചെയിൻ സ്പ്രോക്കറ്റ് ഇതിൽ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിനത് ഇങ്ങനെ ഒന്ന് കയ്യിലെടുത്തിട്ട് ഈ വാഷൊക്കെ മാറ്റിക്കണം. അതായത് ഇതിലൊരു കറുത്ത വാഷ്, ഇതിനടിയിൽ ഇവിടെ ഒരു വാഷ്. ഓക്കെ, എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ ബെയറിങ്ങിൽ കറക്റ്റായിട്ട് അടിയിലെ ബെയറിങ് വളരെ ശ്രദ്ധിച്ച് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്പൂഡ് പോലത്തെ സാധനം, ഇത് 2 എണ്ണം ഉണ്ട്. ഇത് നമുക്കിതിൽ കണക്ട് ചെയ്യും. ഇതിനടിയിൽ ഒരു ഡോഗ് ക്ലച്ച് ഉണ്ട്. അതാണ്ടോ ഇപ്പം സൂക്ഷ്മമായിട്ട് നോക്കി കണ്ടത് ഈ ഗ്രൂവിൽ, എന്നിട്ട് ഈ സ്റ്റഡ് ഈ ബോഡിയിൽ ആണല്ലോ. പിന്നെ ലേ ഷാഫ്റ്റിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ, 1 സ്പൂണാണ്. ഇതാണല്ലോ. അപ്പോൾ ഇതിലൊന്ന് സെലക്ട് ചെയ്ത് നോക്കണം. ഗിയർ ഇത് ന്യൂട്ര, ഫസ്റ്റ് ന്യൂട്ര, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഓക്കെ, വേണ്ട ലോഡായി കൂടി. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ, നമുക്ക് നല്ല ഓയിൽ ഈ നീഡിൽ ബെയറിംഗ് ഒക്കെ എൻജിൻ സെറ്റ് ചെയ്യുമ്പോഴേ ഇതെല്ലാം പുതിയത് ഇട്ടാൽ ഏറ്റവും നല്ലത്. അതേപോലത്തെ ഈ വലിയ ബെയറിങ്, ഇത് റീകണ്ടീഷൻ ചെയ്ത ക്രാങ്കാണ്. കണക്റ്റിംഗ് റോഡ്, അതിൻ്റെ പിന്നെ നീഡിൽ ബെയറിങ്, ഈ വലിയ നീഡിൽ ബെയറിങ്, വലിയ ബാൾ ബെയറിങ്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഒരു പ്ലാസ്റ്റിക് ക്യാമറ വെച്ച് പതുക്കെ ഒന്ന് തട്ടി കണ്ടോ. പിന്നെ നമുക്ക് എൻജിൻ കവർ ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇതിൽ ഗ്യാസ്കറ്റ് നമ്മൾ യൂസ് ചെയ്തില്ല. ഹോണ്ടയുടെ വണ്ടിയിലൊക്കെ സെൻട്രൽ ഗ്യാസ്കറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ ഒന്നും ഓയിലിൻ്റെ മയമൊന്നും ഇരിക്കരുത്. നമുക്കതിനു വേണ്ടി എന്താ ആനബോണ്ട് 696 യൂസ് ചെയ്യാം. ഒരു ഗ്യാസ്കറ്റ് പോലെ ഇതിനെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് കണ്ടോ, ഗ്ലൂ എല്ലാം നല്ല വൃത്തിയെ തേച്ച് പറ്റിച്ചു. എന്നിട്ട് സ്റ്റഡി ബുഷ്, ഇവിടെ ഒരു ബുഷുണ്ട്, ഈ ബുഷുണ്ട്. എന്നിട്ട് ഇതിനെ പതുക്കെ ഇങ്ങനെ മാറ്റി പിടിച്ച് പിന്നെ ഇതിൻ്റെ ബോൾട്ടുകൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം.
10-ന്റെ ബോൾട്ടാണ് ഇതിന് വരുന്നത്. ബോൾട്ടെല്ലാം ടൈറ്റായി കഴിഞ്ഞു. ഇനി ഇവിടെ ഈ പ്ലേ കണ്ട ടാങ്കിൻ്റെ, അപ്പോൾ ഈ പ്ലേക്ക് വേണ്ടി ഇവിടെ ഒരു സെക്ഷൻ ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ 3 ഹൂക്ക് പോലത്തെ ഒരു സാധനം. ഇത് ബെയറിങ്ങിൽ ഹോൾഡ് ചെയ്ത് പറഞ്ഞു കണ്ടോ. യൂണിക്കോൺ, സൂപ്പർ സ്പ്ലെൻഡർ, ഗ്ലാമർ ഇതേപോലത്തെ വണ്ടിക്കൊക്കെ ഈ ഒരു സിസ്റ്റമാണ് വരുന്നത്. ക്രാങ്ക് വൈബ്രേഷൻ കുറയ്ക്കാനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. മൂന്ന് 10-ൻ്റെതാണ്. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഈ പിസ്റ്റം പോലത്തെ ഒരു സാധനം ഇതാ ഈ ടാപ്പ് ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് ഈ സൈഡിൽ, അതായത് ബെയറിങ് സൈഡിൽ കഴിഞ്ഞാൽ പിന്നെ കണ്ടോ. ഇനി അതിൻ്റെ നടുക്കൊരു സ്പ്രിങ്, എന്നിട്ട് അതിനൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാമ്പ്. അതിൽ 8-ൻ്റെ ബോൾട്ടാണ്. ഇത്രയും ഫിറ്റിങ്സ് ആണ് എഞ്ചിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ വരുന്നത് ടൈമിംഗ് ചെയിന്, പിസ്റ്റൺ, വാൾവ്, ഹെഡ്, അതേപോലെ ക്ലച്ച് ബേസിങ്, അതിൻ്റെ ക്വാർട്ടർ ഫിൽറ്റർ, അതേപോലെ ഓയിൽ പമ്പിൻ്റെ കണക്ഷൻ, കിക്കർ, ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടാം ഭാഗത്ത് കാണുന്നവരെ